ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. നാളെ സിത്താര മേഡത്തിന്റെ വീട്ടില് അടുത്ത ചടങ്ങ. പോയി പറ്റൂ. അതിന് നിർബന്ധമായിട്ടുണ്ടാവണമെന്ന് സിത്താര മേഡം പറഞ്ഞിട്ടുണ്ട്. എന്തിനാ ഇങ്ങനെ വാശി കാണിക്കുന്നേ? അവരുടെ മോൾ അവിടെ ഉണ്ടല്ലോ. ചടങ്ങിന് ആ കുട്ടിയെ നിർത്തിയാ പോരെ? ഓരോ ചടങ്ങിനും കൃഷ്ണമോള് ചെന്ന് നിൽക്കുമ്പോ പേടിയാവുക. ശാപത്തിന്റെ കാര്യം അവര് പറഞ്ഞു കേട്ടപ്പോ മുതല് നമ്മൾ അവരുടെ വ്യവസ്ഥ അംഗീകരിച്ച് പണം വാങ്ങിച്ചില്ലേ സുനന്ദേച്ചി? ആ പണം കൊണ്ടല്ലേ എന്റെ അമ്മ ഇപ്പൊ ജീവിച്ചിരിക്കുന്നത്. ഇനി വാക്ക് പാലിക്കാതിരിക്കാൻ പറ്റില്ല. മോളെ, സത്യം പറഞ്ഞ സിത്താര മാഡത്തിന്റെ കയ്യിൽ നിന്ന് കുറച്ച് പണം വാങ്ങേണ്ടിയിരുന്നു എന്നാ കരുതിയേ. പക്ഷേ ഇവിടത്തെ ചെലവ് കൂടിക്കൂടി വന്നപ്പോ കൈ നീട്ടിയത് മുഴുവനും അവരുടെ അടുത്താ. ഇപ്പൊ കടം ഒരുപാട് കൂടി. അല്ലായിരുന്നെങ്കിൽ ഗോപാലമാമ, എന്നെ രക്ഷിക്കുന്നതിനെ കുറിച്ച് ആലോചിച്ച് നിങ്ങൾ രണ്ടുപേരും വെറുതെ വിഷമിക്കണ്ട. വിധി എന്താണോ അതന്നെ നടക്കട്ടെ. അമ്മയോട് നിങ്ങൾ കാണിക്കുന്ന ഈ സ്നേഹം ഉണ്ടല്ലോ, അത് എപ്പോഴും ഉണ്ടാവണം. എന്റെ അമ്മ തനിച്ചായി പോവരുത്. എന്തൊക്കെയാ നീ പറയുന്നേ? ശാപത്തിന്റെ കാര്യം സുനന്ദേച്ചി കേട്ടു എന്നല്ലേ പറഞ്ഞ? അപ്പൊ പിന്നെ പറയാനുള്ളതെല്ലാം ബാക്കി വെച്ചിട്ട് എന്തിനാ? എന്തൊക്കെയാ സുനന്ദ ഈ കാണുന്നത്? അതിനെ ഒന്ന് സമാധാനിപ്പിക്കാൻ പോലും നമുക്കിപ്പോ പറ്റുന്നില്ലല്ലോ. അമ്മേ, ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് എന്നോടൊപ്പം ഒരുപാട് കാലം എന്നോടൊപ്പം ജീവിക്കണം എന്നാണ് അമ്മയുടെ ആഗ്രഹം എന്ന് എനിക്കറിയാം. അമ്മയുടെ കൂടെ ജീവിച്ച് എനിക്ക് കൊതി തീർന്നിട്ടില്ല. പക്ഷെ എപ്പോ വേണമെങ്കിലും ജീവൻ നഷ്ടപ്പെടാന്നുള്ളൊരു അവസ്ഥ. അമ്മ എന്നോട് പൊറുക്കണം. അമ്മ, അമ്മ